1980കളുടെ അവസാനം, പിന്നെ 90കളുടെ തുടക്കം. ഇന്റർനെറ്റോ മൊബൈൽ ഫോണോ ഒന്നും ഇല്ലാത്തൊരു കാലം. ഉം. ആ ഒരു കാലഘട്ടത്തിലെ ഒരു സ്കൂളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. സൈഫുദ്ദീൻ അഴീക്കോട് എഴുതിയ ഹമദാനിയ മുറ്റത്തേക്ക് തിരികെ എത്തുമ്പോൾ എന്ന ഈ ഓർമ്മക്കുറിപ്പാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇതൊരു വെറും ഗൃഹാതുരത്വ യാത്രയല്ല, അല്ലേ? തീർച്ചയായുമല്ല. ഇതൊരു കാലഘട്ടത്തിന്റെ അടയാളപ്പെടുത്തലാണ്. അതായത് വിജ്ഞാനം ഗൂഗിളിൽ തിരഞ്ഞാൽ കിട്ടാതിരുന്ന, ലോകം കാണാൻ യൂട്യൂബ് ഇല്ലാതിരുന്ന ഒരു കാലം. ശരിയാണ്. അന്ന് സ്കൂളെന്നത് വെറും കെട്ടിടങ്ങളായിരുന്നില്ല, അത് കുട്ടികളുടെ ലോകം തന്നെയായിരുന്നു. അവരുടെ കൗതുകങ്ങളെയും അത്ഭുതങ്ങളെയുമൊക്കെ രൂപപ്പെടുത്തിയൊരിടം. അതെ, ആ ലോകം എങ്ങനെയുള്ളതായിരുന്നു എന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ഇന്ന് ശ്രമിക്കുന്നത്. ഈ ഓർമ്മകളിലൂടെ ഒന്ന് സഞ്ചരിച്ച് അന്നത്തെ ആ അനുഭവങ്ങൾ ഒരു കുട്ടിയെ എങ്ങനെയാണ് ഇന്നത്തെ വ്യക്തിയാക്കി മാറ്റിയതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഹമദാനിയ അപ്പർ പ്രൈമറി സ്കൂളിന്റെ ആ പൊടിമണ്ണുള്ള മുറ്റത്തേക്ക് നമുക്ക് ഒരുമിച്ചൊന്ന് നടന്നു കയറാം. സൈഫുദ്ദീൻ ആ സ്കൂളിനെ വരച്ചിടുന്നത് തന്നെ ഒരു പ്രത്യേക രീതിയിലാണ്. പൊയിലിങ്ങപ്പറമ്പ് എന്നൊരു വലിയ മൈതാനമുണ്ട്. അതിന്റെ തെക്കേ അറ്റത്ത് ഓടുമേഞ്ഞ ഒരു നീണ്ട കെട്ടിടം. അതിലൊന്നാണ് ഹെഡ്മാസ്റ്ററുടെ മുറി. അതിന് പുറത്ത് നീല പെയിന്റ് അടിച്ച ഒരു ബോർഡ്, അതിൽ വെള്ള നിറത്തിൽ ഹമദാനിയ അപ്പർ പ്രൈമറി സ്കൂൾ എന്ന് എഴുതി വെച്ചിരിക്കുന്നു. തൊട്ടടുത്ത് ഒരു ഇരുമ്പ് കൊടിമരം, കുറച്ച് തുരുമ്പിച്ചതാണ്. മനസ്സിലാ ചിത്രം വരുന്നില്ലേ? വരുന്നുണ്ട്. ആ വിവരണം കേൾക്കുമ്പോൾ തന്നെ അതൊരു ഗ്രാമത്തിന്റെ ഹൃദയഭാഗത്തുള്ള ഒരിടമാണെന്ന് വ്യക്തമാണ്. ഒരു സർക്കാർ സ്കൂളിന്റെ എല്ലാ ലക്ഷണങ്ങളുമുണ്ട്. അതെ. പക്ഷേ അതിലുമപ്പുറം ആ സ്കൂൾ ആ നാടിന്റെ ഒരു ഭാഗമായിരുന്നുവെന്ന് അദ്ദേഹം എഴുതുന്നുണ്ട്. പ്രധാന കെട്ടിടം കൂടാതെ വേറെയും കെട്ടിടങ്ങളുണ്ടല്ലേ? പിന്നെ വടക്ക് കിഴക്കായി ഒരു കഞ്ഞിപ്പുരയും കിണറുമൊക്കെ. അതെ, ആ കഞ്ഞിപ്പുരയും കിണറുമൊക്കെ ഓർമ്മയുടെ പ്രധാന ഭാഗമാണ്. പക്ഷെ അതിലും രസകരമായ ഒരു കാര്യം, ഈ സ്കൂൾ മുറ്റം ഒരു പൊതുവഴിയായിരുന്നു എന്നതാണ്. അതാണ്. 2 കരീംകന്മാരുടെ പലചരക്ക് കടകളുണ്ട്. അവിടേക്കും അടുത്തുള്ള പള്ളിയിലേക്കും ആളുകൾ പോയിരുന്നത് ഈ സ്കൂൾ മുറ്റത്തു കൂടിയാണ്. ഇടയ്ക്ക് കല്യാണങ്ങൾ നടത്താനുള്ള ഒരു മണ്ഡപം കൂടിയായിരുന്നു ഈ മുറ്റം. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്നത്തെ പോലെ മതിലുകെട്ടി വേർതിരിച്ചൊരു ലോകമായിരുന്നില്ല അത്. സ്കൂൾ സമൂഹത്തിൽ നിന്നും സമൂഹം സ്കൂളിൽ നിന്നും അടർന്നു മാറി നിന്നിരുന്നില്ല. കറക്റ്റ്. കുട്ടികൾ പഠിക്കുന്ന അതേ മുറ്റത്തുകൂടിയാണ് നാട്ടുകാർ കടന്നുപോകുന്നത്. ആ ഒരു തുറന്ന സാമൂഹികാന്തരീക്ഷം അത് കുട്ടികളുടെ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടാകണം. എല്ലാം അവരുടെ കൺമുന്നിലാണല്ലോ നടക്കുന്നത്. ഇനി നമുക്ക് സ്കൂളിലെ അസംബ്ലിയിലേക്ക് പോകാം. അതൊരു സംഭവം തന്നെയായിരുന്നു എന്നാണ് സൈഫുദ്ദീൻ പറയുന്നത്. സമ്മാനങ്ങൾ, അത് സർട്ടിഫിക്കറ്റ് ആയാലും പേനയായാലും പുസ്തകമായാലും വിതരണം ചെയ്യുന്നത് ഈ അസംബ്ലിയിലാണ്. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഹെഡ്മാസ്റ്ററുടെ കയ്യിൽ നിന്ന് ആ സമ്മാനം വാങ്ങുന്നത് ഒരു വലിയ അംഗീകാരമാണ്. തീർച്ചയായും. ആ പ്രായത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ പ്രചോദനങ്ങളിലൊന്ന് അതുതന്നെയാണ്. 100 കണക്കിന് കുട്ടികളുടെയും അധ്യാപകരുടെയും മുന്നിൽ വെച്ച് നമ്മുടെ പേര് വിളിക്കുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. ശരിയാണ്. അത് പിന്നീട് ജീവിതത്തിൽ എത്ര വലിയ പുരസ്കാരങ്ങൾ കിട്ടിയാലും ഒരുപക്ഷേ കിട്ടണമെന്നില്ല. പ്രാർത്ഥന, പ്രതിജ്ഞ, ദേശീയഗാനം, ഇതിനിടയിൽ സൈഡിൽ നിൽക്കുന്ന കൂട്ടുകാരനെ തോണ്ടുക, ചിരിപ്പിക്കുക, എന്തെങ്കിലും കഥ പറയുക, അസംബ്ലിയുടെ ഗൗരവം ചോർന്നു പോകാതെയുള്ള ആ ചെറിയ കുസൃതികൾ. പക്ഷേ അസംബ്ലി കഴിഞ്ഞുള്ള ആ ഇടവേള, കുഞ്ഞിക്കളി എന്ന് വിളിക്കുന്ന ഇന്റർവൽ സമയം, അതാണ് യഥാർത്ഥ ഹീറോ. അപ്പൊ തുടങ്ങും കരീംകയുടെ കടയിലുള്ള ഒരു ഓട്ടം. ആ ഓട്ടപ്പാച്ചിലാണ് ശരിക്കുള്ള ജീവിതം തുടങ്ങുന്നത്. തീർച്ചയായും ആ കടയിൽ കിട്ടിയിരുന്ന മിഠായികളുടെ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് കുട്ടിക്കാലം ഓർമ്മ വരുന്നുണ്ട്. അമ്മായി മിഠായി, ജ്യോതി മിഠായി, കാലിച്ചക്രം, പിന്നെ കറക്കണ മിഠായി, പപ്പടം മിഠായി, പിന്നെ ഉപ്പിലിട്ട നെല്ലിക്ക, മാങ്ങ, കാരയ്ക്ക. ഓരോ പേരിനും ഓരോ രുചിയാണ് മനസ്സിൽ വരുന്നത്. അമ്മായി മിഠായി എന്ന ആ പേര് തന്നെ എന്ത് രസമാണ്. അവിടെ വളരെ രസകരമായൊരു നിരീക്ഷണമുണ്ട്. ഈ മിഠായിക്കട ഒരു ചെറിയ സാമൂഹിക പരീക്ഷണശാലയായിരുന്നു എന്ന് പറയാം. അതെങ്ങനെയാണ്? പണമെന്ന അധികാരവും പങ്കുവയ്ക്കൽ എന്ന മാനുഷിക മൂല്യവും കുട്ടികൾ ആദ്യമായി മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ഇത്തരമിടങ്ങളിൽ നിന്നാവാം. കാശുള്ള കുട്ടികൾ തിക്കിത്തിരക്കി വാങ്ങുമ്പോൾ കയ്യിൽ കാശില്ലാത്തവർ അല്പം മാറി നിന്ന് ആ കാഴ്ച കാണുന്നു. ശരിയാണ്. ആ ഒരു വേർതിരിവ് വളരെ വ്യക്തമായി അദ്ദേഹം ഓർക്കുന്നുണ്ട്. പക്ഷെ അവിടെയാണ് സൗഹൃദം വരുന്നത്. അതെ. വാങ്ങിയവൻ അടുത്ത കൂട്ടുകാരനെ അതിൽ നിന്നൊരു പങ്ക് കൊടുക്കുന്നു. അതാണ്. പിന്നെ ആ കറക്കണ മിഠായിയുടെ കാര്യം, അതൊരു മിഠായി മാത്രമല്ല, ഒരു ഗെയിം കൂടിയാണ്.
അതെ അതെ. അത് നിലത്തിട്ട് കറക്കി കൈകൊണ്ടടിച്ചു പൊട്ടിക്കുമ്പോൾ പല കഷ്ണങ്ങളാവും. ഏറ്റവും വലിയ കഷ്ണം കിട്ടുന്നവൻ ജയിക്കും. ആ പൊട്ടിയ കഷ്ണങ്ങൾ പെറുക്കിയെടുക്കാൻ മറ്റു കുട്ടികൾ ചുറ്റും കൂടുന്ന ഒരു രംഗമുണ്ട്. ശരിയാണ്. ഇന്നത്തെ ഒരു ഓൺലൈൻ ലോകത്ത് ഒരു കുട്ടിക്ക് നഷ്ടപ്പെടുന്നതും ഇത്തരം നേരിട്ടുള്ള സാമൂഹിക പഠനങ്ങളാണ്. ഒരു ചെറിയ മിഠായി പങ്കുവെക്കുന്നതിലൂടെ അവർ പഠിക്കുന്നത് വലിയ പാഠങ്ങളാണ്. ആ കാലത്ത് അത്ഭുതങ്ങൾ വളരെ ലളിതമായിരുന്നു. ഇന്ന് ഈ CGI സിനിമകളും വീഡിയോ ഗെയിമുകളും ഒക്കെ കണ്ടു വളരുന്നൊരു കുട്ടിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ചില കാര്യങ്ങൾ. അതിലൊന്നാണ് സ്കൂളിൽ നടന്നൊരു മാജിക് ഷോ. അതെ, ഒരു വലിയ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയൊന്നും കൊണ്ടുവരുന്ന ഷോ അല്ല. ഒരു സാധാരണ മനുഷ്യൻ ബ്രൗൺ കളർ ബെൽ ബോട്ടം പാൻസും ഷർട്ടും ഇട്ട ഒരാൾ വന്ന് പൂഴിമണ്ണിലിരിക്കുന്ന കുട്ടികൾക്ക് മുന്നിൽ ചില ജാലവിദ്യകൾ കാണിക്കുന്നു. ഒരു കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന പേപ്പർ കത്തിച്ചു കളയുന്നു. എന്നിട്ട് പെട്ടെന്ന് അത്ഭുതം പോലെ ആ പേപ്പർ തിരികെ നൽകുന്നു. എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയത് മറ്റൊന്നാണ്. വായിൽ കുറച്ച് മണ്ണ് വാരിയിട്ടിട്ട് അത് പഞ്ചസാരയാക്കി മാറ്റുന്നൊരു ട്രിക്ക്. ഇന്നത്തെ ഒരു കുട്ടി അത് കണ്ടാല് അതിന്റെ യൂട്യൂബ് എക്സ്പ്ലനേഷൻ വീഡിയോ തെരഞ്ഞു പോകും. പക്ഷെ അന്ന് അതൊരു യഥാർത്ഥ അത്ഭുതമായിരുന്നു. ആ കുട്ടികളുടെ ഭാവനയെ അതെത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ടാകും. പിന്നെ ഒരു മൂക്കിലൂടെ വെള്ളം കയറ്റി മറ്റേ മൂക്കിലൂടെ പുറത്തുവിടുന്നതൊക്കെ കണ്ട് കണ്ണു മിഴിച്ചിരുന്നൊരു കുട്ടിക്കാലം. അതുപോലെ തന്നെയായിരുന്നു സ്കൂളിലെ സിനിമാ പ്രദർശനവും. ക്ലാസ് മുറികൾക്കിടയിലെ തടി കൊണ്ടുള്ള തട്ടികൾ മാറ്റി കറുത്ത തുണികൊണ്ട് ജനലുകളൊക്കെ മറച്ച് ഒരു വലിയ ഹാൾ ഉണ്ടാക്കുന്നു. ആ ഒരുക്കം തന്നെ ഒരു ഉത്സവമാണ്. ഒരു താൽക്കാലിക സിനിമാ തിയേറ്റർ പണിയുകയാണവർ. സിനിമ തുടങ്ങുന്നതിന് മുൻപേ ആവേശം തുടങ്ങുകയാണ്. മുത്തോട് മുത്ത് എന്ന സിനിമ കാണാമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും ഇരിക്കുന്നത്. പക്ഷെ സ്ക്രീനിൽ തെളിഞ്ഞത് മറ്റൊന്നാണ്. അതെ, ഏഷ്യാഡ് 82ന്റെ ഒരു ഫിലിം റോളാണ് അവർക്ക് കിട്ടിയത്. 1982 ഡൽഹിയിൽ നടന്ന ഏഷ്യൻ ഗെയിംസിന്റെ ദൃശ്യങ്ങൾ. ഓക്കെ. അപ്പോൾ കുട്ടികൾക്ക് സ്വാഭാവികമായും നിരാശയുണ്ടായി. പക്ഷെ ആ നിമിഷത്തെക്കുറിച്ച് അദ്ദേഹം എഴുതുന്നതിങ്ങനെയാണ്: ആ നിരാശയിലും വലിയ സ്ക്രീനിൽ ഓടുന്ന കായിക താരങ്ങളെയും ഏഷ്യാഡിന്റെ ഭാഗ്യചിഹ്നമായ അപ്പു എന്ന ആനയെയും കണ്ടത് ഒരു അത്ഭുതം പോലെ ഇന്നും മനസ്സിലുണ്ടെന്ന്. ഈ രണ്ടനുഭവങ്ങളും, അതായത് മാജിക് ഷോയും സിനിമാ പ്രദർശനവും, ഒരേ കാര്യമാണ് പറയുന്നത്. എന്താണത്? അന്ന് വിദ്യാലയം പുറം ലോകത്തേക്കുള്ളൊരു ജാലകമായിരുന്നു. ഒരു മാന്ത്രികനെയും ഏഷ്യൻ ഗെയിംസിനെയും അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് സ്കൂളാണ്. ആ അനുഭവങ്ങൾ നൽകുന്ന കൗതുകവും പ്രചോദനവും ഒരു പാഠപുസ്തകത്തിനും നൽകാൻ കഴിയില്ല. സ്മൈൽ മാഷ് നല്ല ഗൗരവക്കാരനാണ് കക്ഷി. വിവരണം കേൾക്കുമ്പോൾ തന്നെ ഒരു ഗൗരവക്കാരനായ പ്രധാനാധ്യാപകന്റെ ചിത്രം മനസ്സിൽ വരും. വെളുത്ത ഹാഫ് കൈ ഷർട്ടും പോളിസ്റ്റർ മുണ്ടും, കണ്ണടയ്ക്ക് മുകളിലൂടെയുള്ള ആ നോട്ടം. അതെ അതെ. കുട്ടികൾക്ക് പേടിക്കാൻ വേറെന്ത് വേണം? അദ്ദേഹം ക്ലാസ് എടുക്കാൻ വരാതിരിക്കുമ്പോ കുട്ടികൾക്ക് ശരിക്കും സന്തോഷാണ്. കാരണം ആ സമയം കളിക്കാൻ പോകാം. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം എഴുത്തുകാരന്റെ ഉമ്മയെ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ ഇസ്മായിൽ മാഷ് ഒരു ചോദ്യം ചോദിച്ചു. സൈഫു ഇപ്പോഴും മുടി ചീകാറുണ്ടോ? ഈ ഒരു ചോദ്യം കേട്ടപ്പോൾ എനിക്ക് രോമാഞ്ചം വന്നു. ആ ഒരു ചോദ്യത്തിൽ, ആ ഒറ്റ ചോദ്യത്തിൽ എല്ലാം ഉണ്ട്. വർഷങ്ങൾക്ക് മുൻപ് തന്റെ സ്കൂളിൽ പഠിച്ച, എപ്പോഴും മുടി ചീകാതെ ക്ലാസ്സിൽ വന്നിരുന്ന ഒരു വിദ്യാർത്ഥിയെ അദ്ദേഹം ഓർക്കുന്നു. അച്ചടക്കത്തിന്റെയും ഗൗരവത്തിന്റെയും പുറകിൽ ഓരോ കുട്ടിയെയും വ്യക്തിപരമായി ശ്രദ്ധിച്ചിരുന്ന ഒരു മനസ്സുണ്ടായിരുന്നു. ശരിയാണ്. അത് കേവലം ഒരു ഓർമ്മയല്ല, ആഴത്തിലുള്ള ഒരു ബന്ധത്തിന്റെ അടയാളമാണ്. അതാണ് യഥാർത്ഥ അധ്യാപകൻ. പിന്നെ വായനയുടെ ലോകത്തേക്ക് വഴി തുറന്ന രണ്ടുപേരുണ്ട്: സത്യൻ മാഷും മൊയ്തീൻ മാഷും. സത്യൻ മാഷാണ് സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് പൂമ്പാറ്റ, ബാലരമ, അമ്പിളി അമ്മാവൻ പോലുള്ള പുസ്തകങ്ങൾ എടുത്തു നൽകി വായനയുടെ ലോകത്തേക്ക് കൈപിടിച്ചു നടത്തിയത്. ചെറിയ പ്രായത്തിൽ ആ ശീലം തുടങ്ങിവെക്കുന്നത് വളരെ പ്രധാനമാണ്. ഒരുപക്ഷെ ആ പുസ്തകങ്ങളാവാം സൈഫുദ്ദീനെ ഇന്നൊരു എഴുത്തുകാരനാക്കി മാറ്റിയതിന്റെ ആദ്യത്തെ പടി. മൊയ്തീൻ മാഷിന്റെ രീതി കുറച്ചുകൂടി വ്യത്യസ്തമായിരുന്നു. അദ്ദേഹം പാഠപുസ്തകങ്ങൾക്കപ്പുറത്തേക്ക് സഞ്ചരിച്ചൊരാളായിരുന്നു. ഓക്കേ. ക്ലാസിനെ എപ്പോഴും സജീവമാക്കാൻ ശ്രമിക്കും. കുട്ടികളെ കൊണ്ട് ഒരു പ്രത്യേക താളത്തിൽ കൈയടിപ്പിക്കുക, ഗ്രൂപ്പ് ഗെയിമുകൾ കളിപ്പിക്കുക, അങ്ങനെ ക്ലാസ് മുറി ഒരു ആഘോഷമാക്കി മാറ്റിയ അധ്യാപകൻ. വിവരങ്ങൾ നൽകുക എന്നതിലുപരി കുട്ടികളിൽ ഒരു ജിജ്ഞാസയും ഊർജവും നിറയ്ക്കുക, അതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അതിലെ ഏറ്റവും വലിയ സംഭവം, ലോകം മുഴുവൻ സൈക്കിളിൽ സഞ്ചരിച്ച അബ്ദുറഹ്മാൻ എന്നൊരാളെ അദ്ദേഹം ക്ലാസ്സിൽ അതിഥിയായി കൊണ്ടുവന്നു എന്നതാണ്. അത് കൊള്ളാമല്ലോ. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു ചെറിയ ഗ്രാമത്തിലെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ മുന്നിലേക്ക് ലോകം ചുറ്റി വന്ന ഒരാൾ വന്ന് അനുഭവങ്ങൾ പങ്കുവെക്കുന്നു. അത് നൽകുന്ന പ്രചോദനം എത്ര വലുതായിരിക്കും! അതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. പാഠപുസ്തകത്തിലെ അറിവിനപ്പുറം യഥാർത്ഥ ജീവിതത്തിലെ അനുഭവങ്ങളെ ക്ലാസ് മുറിയിലേക്ക് കൊണ്ടുവരിക.
മൊയ്തീൻ മാഷ് ചെയ്തത് അതാണ്. അതെ. ആ കുട്ടികളുടെ ലോകം ആ ക്ലാസ് മുറിയിൽ ഒതുങ്ങിയില്ല. അത് അബ്ദുറഹ്മാന്റെ സൈക്കിളിന് പിന്നാലെ ലോകം മുഴുവൻ സഞ്ചരിച്ചു. പിന്നെ ഒരുപാട് ചെറിയ പക്ഷെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഓർമ്മകളുണ്ട്. ഉച്ചയ്ക്ക് കഞ്ഞി കുടിക്കാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പ്ലാവില കൊണ്ടുള്ള സ്പൂൺ. പ്ലാവിലക്കയിൽ എന്ന് പറയും. ആ, പ്ലാവലക്കയിൽ. അത് നഷ്ടപ്പെട്ടപ്പോ അത് തെരഞ്ഞു കണ്ടെത്തി നൽകിയ വലിയ ശാന്ത ടീച്ചർ. അത് നിസ്സാരമെന്ന് തോന്നാം. പക്ഷെ ആ പ്രായത്തിൽ ഒരു കുട്ടിക്കത് വലിയൊരു ആശ്വാസമാണ്. തന്റെ ചെറിയൊരു നഷ്ടം പോലും ശ്രദ്ധിക്കാൻ ഇവിടെ ഒരാളുണ്ട് എന്നൊരു തോന്നൽ, ആ സുരക്ഷിതത്വബോധം വളരെ വലുതാണ്. അതുപോലെ പ്ലാസ്റ്റിക് നൂലുകൊണ്ട് പൂക്കൾ ഉണ്ടാക്കാൻ പഠിപ്പിച്ച് ഒരു മത്സരത്തിൽ സമ്മാനം നേടാൻ സഹായിച്ച ശാന്തകുമാരി ടീച്ചർ, പിന്നെ രമ ടീച്ചർ. വീട്ടിൽ നിന്ന് അമ്മായി അയക്കുന്ന ഇൻലൻഡ് ലെറ്റർ. അന്നത്തെ കാലത്ത് ഫോണൊന്നും വ്യാപകമല്ലാത്തതുകൊണ്ട് ആ ഒരു നീല കടലാസിൽ എഴുതി ഒട്ടിച്ചയക്കുന്ന കത്തുകളായിരുന്നല്ലോ വിശേഷങ്ങൾ കൈമാറാനുള്ള പ്രധാന മാർഗം. ശരിയാണ്. ആ കത്ത് കിട്ടുമ്പോൾ ടീച്ചർ സന്തോഷത്തോടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറയുമായിരുന്നത്രേ, മറുപടി എഴുതുമ്പോൾ ടീച്ചറെ പറ്റിയും ക്ലാസ്സിനെക്കുറിച്ചുമൊക്കെ എഴുതണം എന്ന്. ഓരോ അധ്യാപകനും ഓരോ തരത്തിലാണ് ആ കുട്ടിയുടെ ജീവിതത്തെ തൊട്ടത്. ഒരാൾ വായനയുടെ ലോകം തുറന്നു, മറ്റൊരാൾ ലോകസഞ്ചാരിയെ പരിചയപ്പെടുത്തി, വേറൊരാൾ നഷ്ടപ്പെട്ടു പോയ സ്പൂൺ കണ്ടെത്തു നൽകി. കറക്റ്റ്. വേറൊരാള് കത്തിലെ വിശേഷങ്ങളിൽ പങ്കുചേർന്നു. പാഠങ്ങൾ പഠിപ്പിക്കുന്നതിനപ്പുറം ജീവിതത്തിലെ ചെറിയ നിമിഷങ്ങളിൽ കൂടെ നിന്നവരാണ് ഈ അധ്യാപകർ. അതാണ് അവരെക്കുറിച്ചുള്ള ഓർമ്മകൾക്ക് ഇത്രയധികം തിളക്കം നൽകുന്നത്. ഇനി ഈ കുറിപ്പിലെ ഏറ്റവും രസകരമായ, ഒരുപക്ഷെ ഏറ്റവും ചിരിപ്പിക്കുന്ന സംഭവത്തിലേക്ക് വരാം. ഓക്കെ. സ്കൂൾ ആനിവേഴ്സറിക്ക് നടന്ന ഒപ്പനയിൽ നമ്മുടെ കഥാനായകൻ മണവാളനായി അഭിനയിക്കുകയാണ്. വലിയ പണിയൊന്നുമില്ല, സ്റ്റേജിലെ ഒരു കസേരയിൽ അടങ്ങി ഒതുങ്ങിയിരുന്നാൽ മതി. കേൾക്കാൻ വളരെ എളുപ്പമുള്ള ഒരു വേഷം, പക്ഷെ കാര്യങ്ങൾ അത്ര ലളിതമായിരുന്നില്ലെന്ന് തോന്നുന്നു. ഒട്ടുമല്ല. പരിപാടി തുടങ്ങി രാത്രി വൈകിയപ്പോ സ്റ്റേജിലെ കസേരയിലിരുന്ന് മണവാളൻ ഉറങ്ങിപ്പോയി. അയ്യോ. ഒപ്പന പാടി, പെൺകുട്ടികൾ ചുറ്റും നടന്ന് കളിച്ച് പരിപാടി കഴിഞ്ഞ് എല്ലാവരും സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോഴും മണവാളൻ കസേരയിൽ നല്ല ഉറക്കം. സങ്കർത്തിക്കാൻ പറ്റുന്നുണ്ട് ആ രംഗം. നിറഞ്ഞ സദസ്സ്, ലൈറ്റുകള്, പാട്ട്, ഇതിനിടയിൽ ഒന്നും അറിയാതെ ഉറങ്ങുന്ന ഒരു മണവാളൻ. ഒടുവിൽ കുഞ്ഞു മുഹമ്മദ് മാഷ് സ്റ്റേജിൽ വന്ന് നുള്ളി വിളിച്ചപ്പോഴാണ് പുള്ളി എഴുന്നേൽക്കുന്നത്. പിറ്റേന്ന് മുതൽ സ്കൂളിൽ പുതിയൊരു പേര് വീണു, ഉറക്കം തൂങ്ങി മണവാളൻ. അന്ന് ആ വിളി കേട്ടപ്പോൾ വലിയ ദേഷ്യവും നാവക്കേടും തോന്നിയിട്ടുണ്ടാവാം. കുട്ടികളുടെ കളിയാക്കലുകൾ ആ പ്രായത്തിൽ സഹിക്കാൻ പ്രയാസമാണ്. തീർച്ചയായും. പക്ഷെ അത്ഭുതം അതല്ല. വർഷങ്ങൾക്ക് ശേഷം ഈയടുത്ത് നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ വെച്ച് പഴയ കൂട്ടുകാരും അധ്യാപകരും അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞത് ആ പേരിലാണ്. ആണോ? അതെ. ഉറക്കം തൂങ്ങി മണവാളൻ വന്നോ എന്ന് ചോദിച്ചാണ് പലരും അദ്ദേഹത്തെ സ്വീകരിച്ചത്. ഇത് വളരെ വളരെ രസകരമായൊരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നാണക്കേടുണ്ടാക്കിയ നിമിഷങ്ങൾ പോലും കാലം കഴിയുമ്പോൾ എത്ര പ്രിയപ്പെട്ട ഓർമ്മകളായി, ഒരു ഐഡന്റിറ്റിയായി മാറാം എന്നതിന്റെ മികച്ച ഉദാഹരണമാണിത്. അതെ. പക്ഷേ ഇവിടെ ഒരു മറ്റൊരു വശം കൂടിയുണ്ട്. ഇത്തരം കളിയാക്കലുകൾ എല്ലാ കുട്ടികളുടെ മനസ്സിലും ഒരുപോലെയാണോ പ്രവർത്തിക്കുക? ചിലപ്പോൾ അത് ആഴത്തിലുള്ള മുറിവുകളുണ്ടാക്കാനും സാധ്യതയില്ലേ? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇവിടെ ഭാഗ്യവശാൽ അതൊരു സ്നേഹത്തിന്റെ അടയാളമായി മാറി. ശരിയാണ്. അദ്ദേഹത്തെ ആ സ്കൂളിലെ എല്ലാവരുടെയും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രമാക്കി മാറ്റിയത് ആ ഉറക്കമാണ്. ആ നാണക്കേട് കാലക്രമേണ ഒരു സ്നേഹമുള്ള തിരിച്ചറിയൽ അടയാളമായി. അതെ, അതാണ് ഓർമ്മകളുടെ ഒരു മാന്ത്രികത. അന്നത്തെ വിഷമം ഇന്നത്തെ ചിരിയായി മാറുന്നു. അപ്പോൾ ഹമദാനിയ സ്കൂളിന്റെ മുറ്റത്ത് നിന്നുള്ള ഈ ഓർമ്മകൾ ഇതൊരു വ്യക്തിയുടെ മാത്രം കഥയല്ല, ഒരു കാലഘട്ടത്തിന്റെ കഥയാണ്. അധ്യാപകരും വിദ്യാലയവും അറിവിന്റെയും അത്ഭുതങ്ങളുടെയും ഏക ആശ്രയമായിരുന്ന ഒരു കാലത്തിന്റെ നേർക്കാഴ്ച. ഓർമ്മക്കുറിപ്പിന്റെ അവസാനം സൈഫുദ്ദീൻ തന്നെ പറയുന്നുണ്ട്, വിജ്ഞാനം വിരൽത്തുമ്പിലുള്ള ഈ കാലത്ത് അധ്യാപകരെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾക്ക് വലിയ വ്യത്യാസമുണ്ടെന്ന്. ഇത് നമ്മളെയും ചിന്തിപ്പിക്കുന്നുണ്ടല്ലേ? തീർച്ചയായും. നിങ്ങളുടെ സ്കൂൾ കാലഘട്ടത്തിലെ ഏത് അധ്യാപകനെയാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്? എന്തുകൊണ്ടാണ് അവരെ ഓർക്കുന്നത്? അവർ പഠിപ്പിച്ച പാഠങ്ങളുടെ പേരിലാണോ, അതോ അവർ നൽകിയ ഇതുപോലുള്ള ചെറിയ ഓർമ്മകളുടെ പേരിലാണോ? നമുക്ക് ഈ ഒരു ചിന്തയോട് അവസാനിപ്പിക്കാം. വിവരങ്ങൾ വിരൽത്തുമ്പിൽ ലഭ്യമായ ഏത് സംശയത്തിനും ഗൂഗിളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഉത്തരങ്ങൾ നൽകുന്ന ഇന്നത്തെ ഈ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു അധ്യാപകന് അല്ലെങ്കിൽ ഒരു വഴികാട്ടിക്ക് പകരം വെക്കാനാവാത്ത എന്തു പങ്കാണ് നിർവഹിക്കാനുള്ളത്?